ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവസാന വീക്കിൽ എല്ലാവരും ഹൗസിനുള്ളിലേക്ക് കടന്നു വന്ന എപ്പിസോഡുകളാണ് നമ്മൾ കണ്ടത്. ഇനിയും കുറച്ച് കണ്ടസ്റ്റൻസ് എല്ലാം വരാനുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ അടിപൊട്ടുന്ന രീതിയിൽ തന്നെയാണ് ഹൗസിനുള്ളിൽ ഓരോ സീക്വൻസുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയാനുള്ള കാര്യങ്ങളെല്ലാം വെട്ടിത്തോർന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് കണ്ടസ്റ്റൻസ് എല്ലാം ഹൗസിനുള്ളിൽ ചെന്നപ്പോൾ കാണാൻ സാധിക്കുന്നത്. അനുമോളിനെ ശരിക്കും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അപ്പാനി ശരത്തും RJ ബിൻസിയും ചെയ്തത്. ഒപ്പം നമ്മുടെ ആദിലയും കൂടെ ചേർന്നപ്പോൾ അനുമോൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് എത്തി. അനുമോളുടെ PR വർക്കിനെ കുറിച്ചും അതേപോലെ തന്നെ അപ്പാനി RJ ബിൻസി തമ്മിലുള്ള ആ ബന്ധത്തിന് മോശമായ രീതിയിൽ അനുമോൾ പറഞ്ഞതിനെ പറ്റിയൊക്കെ ശരിക്കും കീറി മുറിക്കുന്ന രീതിയിലേക്ക് ബിൻസി അവിടെ സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ്. അനുമോൾക്ക് അവിടെ ഇനി ഒന്നും പറയാനില്ല. അനുമോളെ പുറത്ത് വെളുപ്പിക്കാനായിട്ട് PR മാക്സിമം എല്ലാ രീതിയിലും പരിശ്രമിച്ചിട്ടും ഇപ്പോൾ അവസാന നിമിഷത്തിൽ പോയി കലമുടച്ച രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ശരിക്കും PR കൊണ്ട് ഇനി അനുമോൾ രക്ഷപ്പെടുമെന്ന് ഒരു ഉറപ്പുമില്ല. RJ ബിൻസിയും അപ്പാനിയും കൂടെ ചേർന്ന് അനുമോളെ നല്ല രീതിയിൽ ഡൗൺ ആക്കി കളഞ്ഞിട്ടുണ്ട്. പുറത്ത് നിനക്ക് ഒട്ടും സപ്പോർട്ടില്ല, നിന്റെ PR വർക്ക് കൊണ്ട് മാത്രമാണ് നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് RJ ബിൻസി വെട്ടി തുറന്ന് പറഞ്ഞപ്പോൾ അനുമോൾ അവിടെ മിണ്ടാതെ ഇരിക്കുകയാണ് ചെയ്തത്. അതിൽ ചില കാര്യങ്ങൾ സത്യമെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അനുമോൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. PR ഇല്ലായിരുന്നുവെങ്കിൽ അനുമോൾ മുന്നേ പോകേണ്ടതായിരുന്നു. അതിനേക്കാൾ കഴിവുള്ള കണ്ടസ്റ്റൻസിനെ അവിടെ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് വന്നത് ഈ PR വർക്കുകൾ കൊണ്ട് മാത്രമാണ്. അനുമോളെ ആക്രമിക്കുന്ന സമയത്ത് ഷാനവാസ് അവിടെ മിണ്ടാതെ നിൽക്കുന്ന നമ്മളെല്ലാവരും കണ്ടതാണ്. RJ ബിൻസി ഷാനവാസിനെയും എടുത്തിട്ട് പറയുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. ഷാനവാസിന് ഒന്നും തിരിച്ചു പറയാനില്ല. മറ്റുള്ളവരെ പറ്റി മോശമായി പറഞ്ഞു നടക്കുന്ന ഒരു ക്യാരക്ടർ ശരിക്കും അനുമോൾക്കുണ്ട് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അനുമോൾ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ള രീതിയിൽ കുലസ്ത്രീ ചമയേണ്ട എന്നൊക്കെ RJ ബിൻസി ശരിക്കും അനുമോളുടെ മുഖത്ത് നോക്കി സംസാരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയായിരിക്കാം RJ ബിൻസി അവിടെ പോയിട്ട് പറഞ്ഞതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത്രയും കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അനുമോൾക്ക് കപ്പ് ബിഗ് ബോസ് കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ടി വരും. കൂടുതൽ അപ്ഡേറ്റിനെ കാത്തിരിക്കാം.